നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം 10 ദിവസം ഒരു സ്ഥലത്തേക്ക് ടൂർ പോവാണെന്ന് വിചാരിക്കുക. ടൂർ പോയി നിങ്ങൾ അവിടെയെല്ലാം എൻജോയ് ചെയ്ത ശേഷം തിരിച്ചു വരാൻ നേരത്താണ് അറിയുന്നത് നിങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആണെന്ന്. അങ്ങനെ 10 ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത ടൂറ് വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് നീണ്ട് 20 ദിവസമാവുന്നു. വീണ്ടും അത് നീണ്ട് 30 ആവുന്നു, 40 ആവുന്നു, 50 ദിവസം വരെ ആവുന്നു. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഉറപ്പായും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം തോന്നി തുടങ്ങും. ഇതേ അവസ്ഥ തന്നെയായിരുന്നു സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും സംഭവിച്ചത്. പക്ഷേ ഒരു വ്യത്യാസം, അവർ പോയത് ബഹിരാകാശത്തേക്കായിരുന്നു. 1998 അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ജപ്പാൻ, കാനഡ എന്നീ 5 രാജ്യങ്ങൾ ചേർന്ന് ബഹിരാകാശത്ത് ഒരു ഇന്റർനാഷണൽ സ്പേസ് ഷിപ്പ് ഉണ്ടാക്കി. അതിന്റെ സൈസ് തന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയും ഉണ്ടാവും. ഈ സ്പേസ് സ്റ്റേഷന്റെ പർപ്പസ് എന്താണെന്നാൽ ഭൂമിയെ വലം വെച്ചുകൊണ്ട് ബഹിരാകാശത്ത് ഒരുപാട് റിസർച്ചുകൾ ചെയ്യുക എന്നതാണ്. 2000ന്റെ തുടക്കത്തിൽ തന്നെ റിസർച്ചിനും മറ്റു കാര്യങ്ങൾക്കുമായി ഭൂമിയിൽ നിന്നും മനുഷ്യർ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയി തിരിച്ചു വരാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെ സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ചെലവ് നാസയാണ് വഹിച്ചിരുന്നത്. സോ നാസയ്ക്ക് സ്പേസിലും മറ്റു ഗ്രഹങ്ങളിലും ഇതിനേക്കാൾ വലിയ ഒരുപാട് റിസർച്ചുകൾ ചെയ്യാനുള്ളത് കൊണ്ട് വർക്ക് സ്ട്രെസ് കുറയ്ക്കാനായി മനുഷ്യരെ സ്പേസ് സ്റ്റേഷനിലേക്ക് അയക്കുന്ന ജോലി നാസ പ്രൈവറ്റ് കമ്പനികളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ 2014 നാസ ഈ ദൗത്യം 2 പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നു. അതിൽ ഒരെണ്ണം ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സും മറ്റൊന്ന് ബോയിങ് എന്നൊരു പ്രൈവറ്റ് കമ്പനിയുമാണ്. അതിനായി ഈ 2 പ്രൈവറ്റ് കമ്പനികൾക്ക് വലിയൊരു എമൗണ്ടും കൊടുത്തു. 2020ഓടെ ഇലോൺ മസ്ക് ആളുകളെ സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ച് തിരികെ കൊണ്ടുവരുന്ന പ്രോസസ് ആരംഭിച്ചു. എന്നാൽ ബോയിങ് എന്ന കമ്പനിക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പ്രോസസ് ചെയ്യാനാവാതെ ഡിലേ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ 2024 എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ബോയിങ് എന്ന കമ്പനി സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ടെസ്റ്റ് ഫ്ലൈറ്റ് റെഡിയാക്കി. അങ്ങോട്ട് പോകാനായി സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും സെലക്ട് ചെയ്തു. കാരണം ഇവർ ഇതിനു മുൻപും സ്പേസിൽ പോയിട്ടുള്ളവരാണ്. സോ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നാൽ ഇവർക്ക് പോകാൻ തയ്യാറാക്കിയ ഈ ടെസ്റ്റ് ഫ്ലൈറ്റ് കൃത്യമായി വർക്ക് ആവുന്നുണ്ടോ എന്നറിയണം. എന്നാലേ ഫ്യൂച്ചറിൽ ഒരുപാട് പേര് ഇതുപോലെ അയക്കാൻ സാധിക്കൂ. അങ്ങനെ 2024 ജൂൺ 5 സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്പേസിലേക്ക് പോകുന്നു. എന്നാൽ ഇവർ സ്പേസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം തിരിച്ചു വരാനുള്ള പേടകം കംപ്ലൈന്റ് ആയി. പേടകത്തിൽ നിന്നും ഹീലിയം വാതകം ലീക്ക് ആവാൻ തുടങ്ങി. അങ്ങനെ 10 ദിവസത്തിനുള്ളിൽ മടങ്ങി വരാമെന്ന ഇവരുടെ പ്ലാൻ വീണ്ടും നീണ്ടുപോയി. സംഭവം ഇതൊരു ചെറിയ ലീക്കാണെങ്കിലും വളരെ അപകടം പിടിച്ചതാണ്. അതായത് സ്പേസിലേക്ക് പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അവിടെ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സഞ്ചരിക്കുന്ന പേടകം 100% പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം തിരിച്ചു വരുമ്പോൾ സഞ്ചരിക്കുന്ന പേടകം 1600 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാകും. ഇത്രയധികം ടെമ്പറേച്ചറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ചെറിയ ലീക്ക് വന്നാൽ പോലും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് മനസ്സിലാക്കിയ നാസ ബോയിങ് എന്ന കമ്പനിയോട് കംപ്ലൈന്റുകളെല്ലാം മാറ്റി പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പ്രഷർ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇതെല്ലാം ശരിയാക്കി ആ പേടകം പെർഫെക്റ്റ് ആക്കിയെടുക്കാൻ ബോയിങ് എന്ന കമ്പനിക്ക് 9 മാസം വേണ്ടി വന്നു. അതുകൊണ്ട് ഈ കഴിഞ്ഞ 9 മാസവും സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും സ്പേസ് സ്റ്റേഷനിൽ തന്നെ താമസിക്കേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത്രയും മാസം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഉണ്ടാകുമോ എന്ന്. സോ ഇത്രയും ദിവസം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം എത്തിച്ചു കൊടുത്തത് സ്പേസ് എക്സിന്റെ കാർഗോ എന്ന പേടകത്തിലായിരുന്നു. ഈ കാർഗോ എന്ന പേടകം സ്പേസ് സ്റ്റേഷനിലേക്ക് പോയി അവർക്കുള്ള വെള്ളവും ഭക്ഷണവും സേഫായി എത്തിച്ചു കൊടുക്കും. കൂടാതെ അവരുടെ യൂറിൻ റീസൈക്ലിംഗ് ചെയ്യാനുള്ള പ്രോസസ്സും നാസ അവർക്ക് അവിടെ ഒരുക്കി കൊടുത്തിരുന്നു. ഇങ്ങനെയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും നീണ്ട 9 മാസങ്ങൾ ആ സ്പേസ് സ്റ്റേഷനിൽ സർവൈവ് ചെയ്തത്.